ചെറുപ്പക്കാരിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അൾസറിൻ്റെ പ്രശ്നം. അതായത് അവർ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ കിട്ടുന്ന ഫുഡൊക്കെ വാരി വലിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ സമയം തെറ്റി ഫുഡ് കഴിക്കുന്നത് കൊണ്ടും, ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട ഫുഡ് അവർ ഉച്ചയ്ക്കായിരിക്കാം കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ചിലപ്പോൾ രാത്രിയിലായിരിക്കാം കഴിക്കുക. ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അൾസർ ഉണ്ടാവും, കുടലിൽ ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് വിശപ്പ് വരുന്ന സമയത്ത് ഛർദ്ദിക്കാൻ തോന്നുക, ഇങ്ങനെ ഓക്കാനം വരിക, അതായത് മനം പുരട്ടി വരിക, വയറിന് പെട്ടെന്ന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുക, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞിട്ടായിരിക്കാം പല പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നത്. അതിന് പറ്റിയ 2 മുദ്ര പറഞ്ഞു തരാം. കുറച്ച് സമയമെങ്കിലും, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയമെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുന്നത് ഒഴിവാക്കും. അതായത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫുഡും കഴിച്ച് ഈ മുദ്രയും കൂടെ ചെയ്യുകയാണെങ്കിൽ അമിതമായിട്ട് അൾസർ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സകൽ ശംഖ് മുദ്രയാണ് ഒന്ന് വരുന്നത്. ഈ സകൽ ശംഖ് മുദ്ര നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇത് മടിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ആരും അറിയുന്നില്ല നിങ്ങൾ മുദ്രയാണ് പിടിച്ചേക്കുന്നതെന്ന്. അപ്പോൾ സകൽ ശംഖ് മുദ്ര പിടിക്കുക. അതുകൂടാതെ സുരഭി മുദ്രയാണ്. എങ്ങനെയാണ് സുരഭി മുദ്ര പിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഈ 2 വിരലുകൾ ഓപ്പോസിറ്റ്, ഈ 2 വിരലുകളും ഓപ്പോസിറ്റാണ് വരേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു, അതിനുശേഷം നല്ല ഈ വിരലിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചാൽ മതി. അപ്പോൾ ഈ സുരഭി മുദ്രയാകും. എങ്ങനെയാണ്? ഇപ്പോൾ ഓപ്പോസിറ്റാണ് 2 വിരലുകൾ തമ്മിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി ശ്രദ്ധിക്കുക. ഈ വിരലിലേക്ക്, ചെറുവിരലിലേക്ക് മോതിരവിരലാണ് വെച്ചത്, അടുത്ത ചെറുവിരലും മോതിരവിരലൂടെ വയ്ക്കുന്നു. അതിനുശേഷം ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറൂടെ വയ്ക്കുന്നു. ഇവിടെയും ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും കൂടി വയ്ക്കുന്നു. ഇതാണ് സുരഭി മുദ്ര എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ അതായത് സഹസ്രാംഗ മുദ്രയും കൂടി പിടിച്ചാൽ മതി. ഈ 2 മുദ്രയും സ്ഥിരമായിട്ട് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടലിൻ്റെ പ്രശ്നം വരില്ല, അൾസർ എന്നൊരു പ്രശ്നം വരില്ല. അൾസർ വന്നു കഴിഞ്ഞാൽ വേറെ പല പ്രശ്നങ്ങളിലേക്ക് പോകും. അവിടുന്ന് എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്നാണ്. അതുകൊണ്ട് കുടലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതെ ഇരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അപ്പം പുതിയ തലമുറയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടലിനെ പുണ്ണുണ്ടാകാനായിട്ട് വിട്ടുകൊടുക്കാതിരിക്കുക. സ്ഥിരമായിട്ട് സമയത്ത് ഫുഡ് കഴിക്കുക. സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഈ മുദ്രയും കൂടി, ഇത് പ്രശ്നമുള്ളവർ ഈ മുദ്രയും കൂടി ഒന്ന് പിടിക്കുന്നത് നല്ലതായിരിക്കും.